വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ഇത് വന്നിട്ട് നമുക്ക് നല്ലൊരു ഡൂയി ഫിനിഷ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലോസി ഡൂയി ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യണമല്ലോ. അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും തന്നെ ഓൾമോസ്റ്റ് അഫോർഡബിൾ പ്രൊഡക്ട്സ് തന്നെയാണ് കാണിക്കുന്നത്. ചില പ്രൊഡക്ട്സ് കുറച്ച് ലക്ഷറി പ്രൊഡക്ട്സും കാണിക്കുന്നുണ്ട് ചിലത്. ഓക്കെ, ബാക്കി എല്ലാം അഫോർഡബിൾ പ്രൊഡക്ട്സ് തന്നെയാണ്. ഇനി അതിനെക്കാട്ടിയും അഫോർഡബിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് എനിക്കറിയാമെങ്കിൽ ഞാൻ അതും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഡൂയി ഫിനിഷ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഹെൽപ്ഫുള്ളാവും. ഭയങ്കര അഫോർഡബിൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ നല്ല ഗ്ലോസി ഡൂയി ഫിനിഷ് ആയിട്ടുള്ളൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും ഞാൻ ഈ കംപ്ലീറ്റ് കാര്യങ്ങളും പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് CTM, ക്ലെൻസിങ്, ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ്. നമ്മൾ ഫേസ് നന്നായിട്ട് പ്രെപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഏത് മേക്കപ്പ് ലുക്ക് ആയാലും നിങ്ങൾ നന്നായിട്ട് ഫേസ് പ്രെപ്പ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് സ്റ്റെപ്പ് വേണമെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ക്ലെൻസിങ് ചെയ്തു. ഇനി ഞാൻ ഒരു ഫേസ് മിസ്റ്റ് യൂസ് ചെയ്യാൻ പോകും. ടോണറിന് പകരം ഞാൻ ഒരു ഫേസ് മിസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് മിസ്റ്റ് വന്നിട്ട് പ്ലമ്മിൻ്റെ ഈ ഒരു ഫേസ് മിസ്റ്റാണ്. ഓക്കെ, ഗ്രീൻ ടീ റീവൈറ്റലൈസിങ് ഫേസ് മിസ്റ്റ് പ്ലമ്മിൻ്റെ ആണ് കേട്ടോ. ഭയങ്കര ഒരു നല്ല മണം ഒക്കെ ആഡ് ചെയ്തിട്ട് ഫ്രേഗ്രൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് മിസ്റ്റാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ അതങ്ങ് അബ്സോർബ് ആയി പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഡാബൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അത് ഫേസിൽ ഇരുന്ന് തന്നെ അതങ്ങ് അബ്സോർബ് ആക്കി പോട്ടെ. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടോണർ ആണുള്ളെങ്കിൽ നിങ്ങൾ ടോണർ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ടോണേഴ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യണതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഇതൊന്ന് അബ്സോർവ് ആയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ CTMൽ അവസാനത്തെ സ്റ്റെപ്പ് മോയ്സ്ചറൈസർ ആണല്ലോ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ വന്നിട്ട് സിംപ്ലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിന്നാണ്, കോമ്പിനേഷൻ സ്കിന്നാണ്, ഓയിലി സ്കിൻ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ്. അടിപൊളി ഒരു മോയ്സ്ചറൈസറാണ്. ഇതിൽ പെർഫ്യൂംസ് ഇല്ല, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പെർഫ്യൂംസ് ഇല്ല, ഹാഷ് കെമിക്കൽസ് ഒന്നും ഇല്ല, ആൽക്കഹോൾ ഇല്ല. അപ്പം അടിപൊളി ഒരു സംഭവമാണിത്. സാധാരണ നമ്മുടെ മോയ്സ്ചറൈസേഴ്സിനൊക്കെ ഈ ഫ്രേഗ്രൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് മോയ്സ്ചറൈസേഴ്സ് ഒക്കെ വരാറ്. ബട്ട് ചിലർക്ക് ഫ്രേഗ്രൻസ് വന്നിട്ട് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. ബട്ട് ഇത് അങ്ങനെയുള്ള ഒരു സംഭവവും ഉണ്ടാക്കാത്ത ഒരു അടിപൊളി ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നിങ്ങൾക്ക് സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് വന്നിട്ട് സെൻസിറ്റീവ് അല്ല, കോമ്പിനേഷൻ ആണ്. ബട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്യാവശ്യം സൂട്ടാവുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും. കാരണം എനിക്ക് മേക്കപ്പ് ലുക്ക് ചെയ്യുന്നതിന് മുന്നേ കുറച്ചും കൂടെ ഒന്ന് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് വളരെയധികം ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിന്നാണ്, കോമ്പിനേഷൻ സ്കിന്നാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണെങ്കിൽ ആവശ്യത്തിന് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ വിചാരിക്കേണ്ട ഇതിനോ ഇത്രയും വാരി ഇടുന്നതെന്ന്. ബട്ട് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അത്യാവശ്യം നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലോട്ടൊക്കെ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസർ നന്നായിട്ടൊരു മാസ്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതങ്ങ് റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് ബാക്കിയുള്ളത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലപോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുത്തു. അപ്പം അത് മൊത്തം ഫേസിലങ്ങ് അബ്സോർബ് ആയി പോയി. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വന്നിട്ട് നമ്മൾ CTM കഴിഞ്ഞു. ഇനി നമ്മൾ ഫേസ്
എന്താ പ്രൈം ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ മേക്കപ്പിൽ ലോങ് ലാസ്റ്റിംഗ് ആവണം എന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നേരം നിൽക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതൊരു ഗ്ലോയി ഫിനിഷ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഡ്യൂയി ഫിനിഷ് ആയിട്ടുള്ളൊരു ഒരു മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് ഒരു ഒരു ഇല്ലുമിനേറ്റിംഗ് പ്രൈമർ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. എൻ്റെ ഇപ്പോൾ ഇല്ലുമിനേറ്റിംഗ് പ്രൈമർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്മാഷ് ബോക്സിൻ്റെ പ്രൈമർ വാട്ടറാണ്. ഇത് അത്യാവശ്യം ഒരു ഡ്യൂയി ഫിനിഷ് പോലത്തെ ഒരു സംഭവമൊക്കെ തരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് തന്നെ അപ്ലൈ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പ്രൈമർ വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതും ഒരു ഡ്യൂയി ഫിനിഷൊക്കെ തരുന്ന ഒരു പ്രൈമർ വാട്ടറാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇല്യൂമിനേറ്റിംഗ് പ്രൈമർ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇന്ന് സ്പഞ്ചല്ല യൂസ് ചെയ്യുന്നത്, കാരണം എൻ്റെ സ്പഞ്ച് ഒന്നും ഞാൻ വാഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു മേക്കപ്പ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഏതൊക്കെ മേക്കപ്പ് ബ്രഷസ് വേണം, അത്യാവശ്യം ബിഗിനേഴ്സിന് എത്ര മേക്കപ്പ് ബ്രഷസ് വേണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒന്നുകിൽ മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, ബിഗിനേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്ലോസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നുണ്ടാവും. ഞാനിപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്തല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, പ്രൈമർ അപ്ലൈ ചെയ്തു, ഇനി ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, നമ്മുടെ സ്ട്രോബിങ് ക്രീം. ഇത് അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയൊരു സ്ട്രോബിങ് ക്രീമാണ്. നിങ്ങൾക്ക് മാക്കിൻ്റെ ഒരു സ്ട്രോബ് ക്രീം നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. സോ അതെൻ്റെ കയ്യിലില്ല. നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. അതും അത്യാവശ്യം നല്ല ഒരു പ്രോഡക്റ്റാണ്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് മാക്കിൻ്റെ സ്ട്രോബ് ക്രീം എന്ന് പറയുന്നത്. അതിൻ്റെ അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് മേബിലിൻ്റെ സ്ട്രോബിങ് ക്രീം. ഓക്കെ, ഇത് വേണം. പിന്നെ വേണ്ടത് നമ്മുടെ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് നൈക്കയുടെ ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷനാണ്. ഈ രണ്ട് പ്രോഡക്റ്റും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് അത്യാവശ്യം ഡ്യൂയി ഫിനിഷ് തരുന്നൊരു ഫൗണ്ടേഷനാണ്. ഇത് ബിഗിനേഴ്സിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഫൗണ്ടേഷനാണ്. അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ ഫൗണ്ടേഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ടോണുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ ഇത് മാറും. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 03 വാം സാൻഡ്. എൻ്റെ ഷെയ്ഡാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഫെയർ അല്ല കേട്ടോ, ഇത് ഒരു മീഡിയം സ്കിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മീഡിയം സ്കിൻ ടോൺ ആണെങ്കിൽ വാം സാൻഡ് എന്ന് പറയുന്ന ഷെയ്ഡ് വാം സാൻഡ് എന്ന് പറയുന്ന ഈ ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുക്കുക, രണ്ടും കൂടെ മിക്സ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്രൊപ്പോർഷനിലാണ് ഞാൻ പ്രോഡക്റ്റ് എടുത്തിരിക്കുന്നത്. ഫൗണ്ടേഷനെക്കാട്ടി ഒരു തരി കുറവായിരിക്കും നമ്മുടെ സ്ട്രോബ് ക്രീം എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും ആണെങ്കിൽ സ്ട്രോബ് ക്രീം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഫിനിഷാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഒരു ലെയർ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്യാം. നമ്മൾ പിന്നെ ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ കല്യാണത്തിലൊക്കെ പോകുമ്പോഴും ഇങ്ങനെ 10 ലെയറുള്ള ഫൗണ്ടേഷൻ ഇട്ടിട്ടൊന്നും ഒരിടത്തും പോകാറില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഒരു ലെയർ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴേ നല്ലൊരു ഒരു തിളക്കം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അണ്ടർ ഏരിയയിൽ ചെറുതായിട്ട് കുറച്ച് കൺസീലർ കൂടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മേബിലിൻ്റെ ഏജ് റിവൈൻ ഇറൈസർ മൾട്ടി യൂസ് കൺസീലറാണ്. ഇതെൻ്റെ ഷെയ്ഡ് വന്നിട്ട് മീഡിയം. വളരെ കുറച്ച് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനി ബ്രിഡ്ജ് ഓഫ് മൈ നോസ്, നെറ്റിയുടെ അവിടെ ആൻഡ് താഴെ. ഓക്കെ,
അപ്പോൾ ഞാൻ പകുതി ബേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബാക്കി ഐബ്രോസും ഐസും ചെയ്തിട്ട് ബാക്കി എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഫുൾ മേക്കപ്പ് ലുക്ക് അല്ലല്ലോ ഇതിൽ ചെയ്യണത്. ബേസ് നമ്മുടെ ആ ഒരു ഗ്ലോയി ബേസ് എങ്ങനെ അല്ലെങ്കിൽ ഡൂയി ബേസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. സോ അതാണ് കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് കാണിക്കാത്തത്. അപ്പോൾ ഞാൻ ബാക്കി ചെയ്തിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ ഞാൻ ഐബ്രോസ് ചെയ്തു, ഐസിൽ കുറച്ച് കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ നമ്മുടെ ഡൂയി ഫിനിഷിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് കേട്ടോ, ഹൈലൈറ്റർ ബ്ലഷ്. ഓക്കെ, ഇത് ഞാൻ രണ്ടും കൂടെ ചേർന്ന ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ബേക്ഡ് ബ്ലഷർ ആൻഡ് ഹൈലൈറ്റർ. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്ററാണ്. ഇത് അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. 349 റുപ്പീസാണ് MRP. ബട്ട് ഇതിനെക്കാട്ടും ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് ഈ ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഹൈലൈറ്ററും അപ്ലൈ ചെയ്തു. അതായത് ഹൈലൈറ്റർ പ്ലസ് ബ്ലഷ് അതും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലിപ്സ്റ്റിക് കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഒരു ഡൂയി ഫിനിഷ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഡൂയി ബേസ് എന്ന് പറയുന്നത്. അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രൊഡക്ട്സൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റഡ് മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.